16ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ അമ്മാവനെയാണ് കാണിക്കുന്നത്. എല്ലാം തീർന്നത് കരുതി സമാധാനിച്ചിരിക്കുമ്പോഴാണ് ആ പ്രേതം വീണ്ടും ഭോപ്പാലിന്റെ ദേഹത്തേക്ക് കയറാൻ വരുന്നത്. അത് കണ്ടതും അമ്മാവൻ ഓടിച്ചെന്ന് അതിനെ തടഞ്ഞു നിർത്തുന്നു. ഹ്യൂൻജി വേഗം ആ ബ്രേസ്ലെറ്റ് ഇട്, അത് വെച്ച് മാത്രമേ ഇനി ഇതിനെ തടയാൻ പറ്റൂ. അത് കേട്ട് അവള് ബ്രേസ്ലെറ്റ് എടുക്കാനായിട്ട് പോയതും പെട്ടെന്ന് ആ ദുരാത്മാവ് അമ്മാവനെ ആക്രമിക്കുന്നു. അത് കണ്ടതും ഹ്യൂൻജി പെട്ടെന്ന് തന്നെ ആ ബ്രേസ്ലെറ്റ് എടുത്ത് ബോങ്പാലിന്റെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. അടുത്തതായിട്ട് ആ ഈവിൾ സ്പിരിറ്റ് ബോങ്പാലിനെ ആക്രമിക്കാനായിട്ട് വന്നതും സർവ്വശക്തിയും എടുത്ത് അവൻ ആ ബ്രേസ്ലെറ്റ് വെച്ച് അതിനെ ഒരു ഒറ്റയിടി. അതോടുകൂടി ആ ഈവിൾ സ്പിരിറ്റ് അവിടെ ഇല്ലാതായി പോവുകയാണ്. അങ്ങനെ ഒരു വലിയ പോരാട്ടത്തിന് ശേഷം അതിനെ ഇല്ലാതാക്കിയിരിക്കുന്നു. പക്ഷേ അമ്മാവൻ അനക്കമില്ല. അവൻ എത്ര വിളിച്ചിട്ടും അമ്മാവൻ എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല. ബോങ്പാലിന് ആകെ ഉണ്ടായിരുന്നത് അമ്മാവൻ മാത്രമായിരുന്നു. പക്ഷേ നമ്മുടെ അമ്മാവൻ അത്ര പെട്ടെന്നൊന്നും മരിക്കില്ല. ആള് ദേ കണ്ണു തുറന്നു. കൈയെടുത്ത് മാറ്റാടാ, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. അതും പറഞ്ഞ് ആള് ചിരിക്കുവാണ്. എന്തായാലും നമ്മുടെ അമ്മാവന് ഒരു കുഴപ്പമില്ലാതെ പയർ പോലെ എഴുന്നേറ്റിരിപ്പുണ്ട്. ശേഷം ആള് പ്രൊഫസർ ജൂവിന്റെ അടുത്തേക്കാണ് വരുന്നത്. അയാൾക്കും ഇതുവരെ ബോധം വന്നിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ പ്രൊഫസറും തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. എല്ലാം ആ ദുരാത്മാവ് കാരണമല്ലേ. പക്ഷെ ആൾക്ക് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞത് കാരണം പതിവ് പോലെ തന്നെ പോലീസുകാർ അങ്ങോട്ടേക്ക് ഓടിയെത്തുകയാണ്. ഇത്രയും കൃത്യമായിട്ട് അവരെങ്ങനെയാണോ എന്ത് വരുന്നത്. അങ്ങനെ ഇപ്പോൾ എല്ലാം ഹാപ്പി ആയിട്ട് അവസാനിച്ചിരിക്കുവാണ്. എന്തൊക്കെ പറഞ്ഞാലും കൊലപാതകം തന്നെയല്ലേ. അതിൽ നിന്ന് പ്രൊഫസർ ജൂവിന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. അത് കാരണം പോലീസുകാർ അയാളെ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അയാളുടെ ഈ അവസ്ഥ കണ്ടതും ബോംബാലിനും ആകെ സങ്കടം വരുന്നു. അയാൾക്കിനി എന്താ സംഭവിക്കുക? ശരിക്കും പറഞ്ഞാൽ അയാളും ഒരു വിക്ടിമല്ലേ. അത് നമ്മുടെ കണ്ണിൽ. പക്ഷേ സാധാരണ ജനങ്ങൾക്ക് അയാൾ ഒരു കൊലപാതകയാണ്. നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതിനുള്ള ശിക്ഷ അയാൾ അനുഭവിച്ചേ പറ്റൂ. അങ്ങനെ ബോംബാൽ ഇപ്പോൾ ഹ്യൂൻജിയും കൊണ്ട് അവളുടെ വീട്ടിലേക്ക് വന്നേക്കുവാണ്. മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എന്തേലും പറ്റിയോ? പക്ഷേ ബോംബാലിനെ കണ്ടതും അവർ ദേഷ്യപ്പെടാൻ തുടങ്ങി. നീ എന്റെ മോളെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞതല്ലേ. 2 തവണ നീ കാരണം എന്റെ മോൾക്ക് അപകടം ഉണ്ടായത്. അമ്മ, ബോംബാൽ ഒന്നും ചെയ്തില്ല, നീ അകത്ത് പോകാൻ നോക്ക്. അത് കേട്ട് അവളുടെ അച്ഛൻ അവളെ അകത്തേക്ക് കൊണ്ടുപോകുന്നു. ഞങ്ങൾ നാളെ ഇവിടുന്ന് പോകും. നിനക്ക് അവളോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ നിർത്തിയാരെ. 2 പേർക്കും അതാ നല്ലത്. പക്ഷേ അവൻ അതിനൊന്നും മറുപടി പറയുന്നില്ല. പകരം അവൻ ഹ്യൂജിക്ക് മേടിച്ചു കൊടുത്ത ആ മാലയില്ലേ, അത് അവളുടെ അമ്മയുടെ കയ്യിൽ തേരെ കൊടുക്കുന്നു. ഇത് അവൾക്ക് കൊടുത്തേരെ. ആ ഒരു കാര്യത്തിന് മാത്രം അവർ എതിർപ്പൊന്നും പറഞ്ഞില്ല. അതേസമയം ഇവിടെ പ്രൊഫസർ ജൂവിനെ ചോദ്യം ചെയ്യുകയാണ്. ഇതുവരെ അയാൾ കൊന്ന എല്ലാവരുടെ ഫോട്ടോ അവിടെ നിരത്തി വെക്കുന്നു. ഇവരെയൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? ആ കൂട്ടത്തില് അവന്റെ അച്ഛന്റെ ഫോട്ടോ കണ്ടതും അവൻ കരയാൻ തുടങ്ങി. ഞാൻ ഓർക്കുന്നു, ഞാനാണ് ഇവരെ എല്ലാവരെയും കൊന്നത്. ആരുടെയും സമ്മർദ്ദമില്ലാതെ പ്രൊഫസർ എല്ലാ കുറ്റങ്ങളും സമ്മതിക്കുകയാണ്. അങ്ങനെ പ്രൊഫസർ ജയിലിലായതും അവനെ കാണാനായിട്ട് അവന്റെ അമ്മ വരുന്നു. ഇതൊന്നും ചെയ്തത് മോനല്ല എന്ന് അമ്മയ്ക്ക് അറിയാം. പിന്നെ എന്തിനാ സമ്മതിച്ചത്? അതെല്ലാം ചെയ്തത് ഞാൻ തന്നെയാ. ഞാൻ അനുവാദം കൊടുത്തത് കൊണ്ടല്ലേ ആ ദുരാത്മാവ് എന്റെ ദേഹത്ത് കയറിയത്. അപ്പോ ഇതെല്ലാം എന്റെ തെറ്റാ. എന്റെ ഈ കൈകൊണ്ട് തന്നെയല്ലേ ഞാൻ അവരെ കൊന്നത്. ഇതെല്ലാം കേട്ട് അവന്റെ അമ്മയ്ക്ക് മറുപടി ഇല്ലാതായി പോകുന്നു. ഇനി ഒരിക്കലും എന്നെ കാണാൻ വരരുത്. അത് അമ്മയ്ക്ക് സങ്കടം മാത്രമേ തരൂ. ഞാൻ എല്ലാ ദിവസവും വരും. എനിക്ക് എന്റെ മോനെ കാണണം. ഇപ്പോൾ എന്താ അവരുടെ ഒരു സ്നേഹം? വർഷങ്ങൾക്ക് മുന്നേ അവരത് ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും പ്രൊഫസർ ജൂ ഇങ്ങനെ ആവില്ലായിരുന്നു. നീ എന്നോട് ക്ഷമിക്കുന്നത് വരെ ഞാൻ എന്നും നിന്നെ വന്ന് കാണും. പക്ഷേ അതിന് മറുപടി ഒന്നും പറയാതെ അവൻ അവിടുന്ന് പോകുന്നു. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തതും ഹ്യൂജി ഇവിടുന്ന് പോവുകയാണ്. പോകുന്നതിന് മുന്നേ അവൾ വീണ്ടും ബോംബാലുമായിട്ട് സംസാരിക്കുകയാണ്. ഞാൻ ഇന്ന് പോകുവാ. പിന്നെ എന്റെ അമ്മയോടൊന്നും തോന്നല്ലേ? എനിക്കൊന്നും തോന്നില്ല. നന്നായിട്ട് പഠിക്കണം കേട്ടോ. എനിക്ക് ഇവിടുന്ന് പോകണ്ട. എനിക്കും നിന്നെ പറഞ്ഞയക്കാൻ ഒരു ആഗ്രഹവും ഇല്ല. പിന്നെ എന്താ എന്നെ കാണാൻ വരാത്തെ? എന്തുമാത്രം ഞാൻ മിസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാവോ? ഞാനും നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ നിന്നെ കാണാൻ വന്നാൽ എനിക്ക് നിന്നെ വിടാനാകില്ല. എത്രയും പെട്ടെന്ന് തന്നെ നീ നിന്റെ നോർമൽ ലൈഫിൽ ജീവിക്കാൻ തുടങ്ങും. ഞാൻ കാരണം അതൊന്നും നശിക്കാൻ പാടില്ല. തൽക്കാലത്തേക്ക് നമുക്ക് പിരിയുന്നത് തന്നെയാ നല്ലത്. നിന്റെ എക്സാം എല്ലാം കഴിഞ്ഞാൽ കോളേജിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാമല്ലോ. അതിനുശേഷം ഞാൻ നിന്നെ ഡേറ്റ് ചെയ്യാൻ വേണ്ടി നിന്റെ അമ്മയോട് വന്ന് നേരിട്ട് പെർമിഷൻ ചോദിക്കും. അതുവരെ നീ വെയിറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും ഞാൻ വെയിറ്റ് ചെയ്യും. അങ്ങനെ അവൾ പോകാനായിട്ട് താഴേക്ക് വരുന്നു. ബോങ്പാല് വരുമെന്ന് അവൾ ഒരുപാട് പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷെ അവൻ വന്നില്ല. ആ ഒരു സങ്കടം മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവൾ ഇവിടുന്ന് പോകുന്നത്. പക്ഷെ അവൾക്കറിയാത്തൊരു കാര്യമുണ്ട്. ഹ്യൂൻജിയെ കാണാൻ വേണ്ടി അവൻ അവിടെ വന്നിരുന്നു. പക്ഷെ ഇത്രയും നേരം അവൾ കാണാതെ മറഞ്ഞു നിൽക്കുമായിരുന്നു. അവനെ കാണുന്നത് അവളുടെ അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ. അങ്ങനെ അവൻ പറഞ്ഞതുപോലെ തന്നെ അവളെ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. ബോങ്പാലും ഇപ്പോൾ പഴയതുപോലൊന്നുമല്ല. പണ്ട് അവൻ ആരുമായിട്ട് കൂടില്ലായിരുന്നല്ലോ. പക്ഷെ ഇപ്പോൾ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് നമ്മുടെ കിം ചോയിയാണ്. അവന് കിട്ടാവുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ്. അത് കാരണം അവനും ഹാപ്പിയാണ്. അങ്ങനെ കുറെ നാളുകൾ കഴിഞ്ഞതും ഹ്യൂജി ഇപ്പോൾ അവളുടെ എൻട്രൻസ് എക്സാം എഴുതുകയാണ്. ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുവാണ്. ഇന്നിപ്പോൾ എക്സാമിന്റെ റിസൾട്ട് വരുന്ന ദിവസമാണ്. റിസൾട്ട് അറിയാൻ വേണ്ടി അവളെക്കാളും ആകാംക്ഷ നമ്മുടെ ബോംപാലിനാണ്. അതേസമയം ഹ്യൂജി ആണെങ്കിലോ റിസൾട്ട് അറിയാൻ പോകുന്നതിന്റെ ഒടുക്കത്തെ ടെൻഷനിലും. ആ സമയത്താണ് അവളുടെ തലയ്ക്ക് മുകളിലായിട്ട് ഒരു പ്രേതം തൂങ്ങിക്കിടക്കുന്നത്. പക്ഷേ ആ പ്രേതത്തിനെ കണ്ടിട്ടും അവൾ കാണാത്തതുപോലെ അഭിനയിക്കുവാണ്. ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ ബോംപാല് ചെയ്തതുപോലെ. നീ എന്നെ കണ്ടില്ലേ? എന്നെ മൈൻഡ് ചെയ്യാതിരിക്കാൻ നിനക്ക് ഇത്രയും ധൈര്യമോ? അത് ചോദിക്കേണ്ട താമസം. അവള് കാലുമടക്കി അതിനൊരൊറ്റ തൊഴി വെച്ച് കൊടുക്കുന്നു. വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഒന്നാമതേ മനുഷ്യനോട് ടെൻഷൻ അടിച്ചിരിക്കുക. അതിന്റെ ഇടയ്ക്ക് അവന്റെ ഒരു പാവം ആ പ്രേതത്തിന് നല്ല സങ്കടമായിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ അവളുടെ റിസൾട്ട് വന്നേക്കുവാണ്. റിസൾട്ട് അറിഞ്ഞതും അവൾ ആദ്യം വിളിക്കുന്നത് ബോംപാലിനെയാണ്. പക്ഷേ അവളുടെ മുഖത്തെന്തോ അത്രയ്ക്ക് സന്തോഷമില്ല. എന്തു പറ്റി? സോറി, ഞാൻ എക്സാമിന് പാസ്സായില്ല. അത് കേട്ട് അവനും ആകെ സങ്കടമാവുന്നു. അത് സാരമില്ല, നമുക്ക് അടുത്ത വട്ടം ട്രൈ ചെയ്യാം. എനിക്ക് നിന്നോടൊപ്പം കോളേജിൽ വരാനായിരുന്നു ആഗ്രഹം. പക്ഷേ ഒരു വർഷത്തിനുള്ളിൽ നിന്റെ ഗ്രാജുവേഷൻ കഴിയില്ലേ? ഞാൻ ഈ വർഷം തോറ്റാലോ? അതൊന്നും വേണ്ട. എക്സാം ഒക്കെ ജയിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരു ജോലി ശരിയാക്കണം. എങ്കിലല്ലേ നമുക്ക് ഭാവിയെ പറ്റി ചിന്തിക്കാൻ പറ്റൂ. അത് നല്ലൊരു ഐഡിയ ആണല്ലോ. എനിക്ക് ജോലി കിട്ടുമ്പോഴേക്ക് നിന്റെ ഗ്രാജുവേഷന് കഴിയും. അപ്പോ ഞാൻ 1 വർഷം
വർഷവും കൂടി വെയിറ്റ് ചെയ്യണോ അല്ലേ? ഒരു വർഷമൊക്കെ ദാന്ന് പറഞ്ഞങ്ങ് പോവില്ലേ? അവൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് അവൾക്ക് ചെറിയൊരു ആശ്വാസമാവുന്നത്. അങ്ങനെ ഇപ്പോൾ അടുത്ത സെമസ്റ്ററിനുള്ള ക്ലാസ് തുടങ്ങിയേക്കുവാണ്. ഇവരൊക്കെയാണ് ഞാൻ തയ്യാറാക്കിയ ഗ്രൂപ്പുകൾ. അടുത്ത അസൈൻമെന്റ് ഗ്രൂപ്പായിട്ടിരുന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതും പറഞ്ഞ് സാർ അവിടുന്ന് പോവുകയാണ്. ബോങ്പാൽ, നമ്മൾ എല്ലാവരും ഒരേ ഗ്രൂപ്പിലാ, നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിച്ചാലോ? ആദ്യത്തെ എപ്പിസോഡിൽ ഇതേപോലെ ഗ്രൂപ്പ് തിരിച്ചിട്ടും അവൻ ആ ഗ്രൂപ്പിൽ നിന്ന് മാറിപ്പോയില്ലായിരുന്നു. പക്ഷേ ഇത്തവണ അവൻ അങ്ങനെ ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അവൻ ഇപ്പോൾ ഒരുപാട് മാറിപ്പോയി. അങ്ങനെ അവൻ പുറത്തേക്ക് ഇറങ്ങിയത് നമ്മുടെ ചോയോടി ബോങ്പാലിന്റെ അടുത്തേക്ക് വരുന്നു. നമ്മളൊരു വലിയ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുക, വേഗം വാ. അത് പറഞ്ഞ് അവൻ ബോങ്പാലിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. എവിടേക്കാണെന്ന് വെച്ചാൽ അവരുടെ ക്ലബ് റൂമിലേക്ക്. ആ ക്ലബ്ബും പൂട്ടിക്കെട്ടി. ക്ലാസ് തീർന്നതുകൊണ്ട് കിം ഇവിടുന്ന് പോയി. സെമസ്റ്റർ കഴിഞ്ഞപ്പോൾ സിയോണും പോയി. ഇപ്പൊ നമ്മുടെ ക്ലബ്ബിൽ ഒരാള് പോലും ഇല്ല. നമ്മൾ ഇനി എന്താ ചെയ്യണ്ടേ? സോറി, എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. പോകുവാണോ? പിന്നെ കാണാന്നേ. അതും പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നു. അന്നേരമാണ് അവന് കിമ്മിന്റെ കോള് വരുന്നത്. നീ എന്താ ഇത്രയും നേരമായിട്ട് വരാത്തെ? സമയം എന്തായെന്ന് അറിയാവോ? ആൾക്ക് കിമ്മിന്റെ കയ്യിൽ നിന്നും നല്ല തെറി കിട്ടുന്നുണ്ട്. ഞാൻ ദാ വരുന്നു. കിമ്മിനെ പറ്റി പറയുകയാണെങ്കിൽ ആളിപ്പോൾ പുതിയൊരു കമ്പനി തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വേറൊന്നിന്റെ അല്ല കേട്ടോ, ഇതേ സുണ്ടേ സൂപ്പ് തന്നെ. അതിലേക്ക് ആളെ എടുക്കാൻ വേണ്ടി ഇപ്പോഴത്തെ ഇന്റർവ്യൂ വരെ നടക്കുന്നു. ഈ ബാധ ഒഴിപ്പിക്കൽ എന്ന് പറഞ്ഞാലേ അത് ഇത്തിരി ഹൊറർ ആയിട്ടുള്ള ജോലിയാണ്. അത്രയും ധൈര്യമുള്ളവർക്ക് മാത്രമേ ഈ ജോലി ചെയ്യാൻ പറ്റൂ. അല്ല അത് പിന്നെ എന്താ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇതൊരു റെസ്റ്റോറന്റ് അല്ലേ? പാവം, ഇവന്മാരുടെ ലോഗോ കണ്ടിട്ട് അതൊരു റെസ്റ്റോറന്റ് ആണെന്ന് പറഞ്ഞ് ജോലിക്ക് വന്നതാണ്. ബാധ ഒഴിപ്പിക്കുന്ന ജോലിയാണെന്ന് അറിഞ്ഞതും ആള് ജീവനും കൊണ്ട് ഒറ്റ ഓട്ടം. ഇതേ സമയത്താണ് നമ്മുടെ ചോയി അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ ഇത്രയും ലേറ്റ് ആയത്? നിനക്കറിയാവോ, നമ്മുടെ കമ്പനി തുറന്നിട്ട് ഇന്നേ ഒരു കേസ് പോലും വന്നിട്ടില്ല. ഈ പൈസയൊക്കെ ഞാൻ എന്റെ ഗ്രാൻഡമ്മയ്ക്ക് എങ്ങനെ തിരിച്ചു കൊടുക്കാനാ? അമ്മാമ്മയുടെ കയ്യിൽ നിന്ന് പൈസ കടം മേടിച്ചാണ് അവൻ ഈ കമ്പനി തുടങ്ങിയത് തന്നെ. അങ്ങനെ അവൻ നമ്മുടെ ചോയെ കൊണ്ട് അവിടെ മുഴുവനെ തുറപ്പിച്ച് വൃത്തിയാക്കുവാണ്. ഞാൻ ഈ ക്ലബിന്റെ മാനേജറാ, കുറച്ച് പൈസ ചെലവാക്കി എന്ന് പറഞ്ഞ് എന്തൊരുത്തുള്ള ലൈവും കിടന്ന് തുള്ളുന്നേ. അടുത്ത ഷൂട്ടിൽ നമ്മുടെ അമ്മാവിനെയാണ് കാണിക്കുന്നത്. ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി ആളിപ്പോൾ ഒരു വീട്ടിലേക്ക് വന്നേക്കുവാണ്. ഞാൻ ലേറ്റ് ആയില്ലല്ലോ? അത് പിന്നെ ഞാൻ ഒരുപാട് തവണ വിളിക്കാൻ നോക്കിയായിരുന്നു, പക്ഷേ താങ്കൾ കോൾ എടുത്തില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാര്യം വേറൊന്നുമല്ല, ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി പുതിയൊരാൾ അവിടെ വന്നിട്ടുണ്ട്. നേരത്തെ അമ്മാവന്റെ വാളിൽ മന്ത്രമെല്ലാം എഴുതി കൊടുത്ത ഒരു ലേഡി ഇല്ലേ, അവരുടെ പേരും പറഞ്ഞാണ് ഈ ചേച്ചി ഇവിടെ വന്നേക്കുന്നത്. ആളെ കണ്ടാലേ അറിയാം മഹാ തരികിടയാണെന്ന്. ഇവളെ കണ്ടാലേ അറിയില്ലേ തട്ടിപ്പുകാരിയാണെന്ന്. താൻ എന്തുവാ പറഞ്ഞേ? ഇറങ്ങി പോടോ, നിനക്ക് ഇത്രയും ധൈര്യമോ? അതും പറഞ്ഞ് രണ്ടും കൂടി അവിടെ പൊരിഞ്ഞ് അടിയാകുന്നു. അടുത്ത ഷൂട്ടിൽ ആ പോലീസുകാരനെയാണ് കാണിക്കുന്നത്. പ്രൊഫസർ ജൂവിന്റെ കേസ് തെളിയിച്ചത് കാരണം ആൾക്കിപ്പോൾ പ്രൊമോഷൻ കിട്ടിയേക്കുവാണ്. അതേസമയം അടി മൂത്ത് ഇപ്പോൾ രണ്ടെണ്ണോ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുവാണ്. ഇവളെ എന്നെ ആദ്യം അടിച്ചത്, ഇതിനെ കണ്ടാലേ അറിയില്ലേ ഒരു ഫ്രോഡാണെന്ന്. അത് കേട്ടതും ആൾ അമ്മാവന്റെ മണ്ടയ്ക്കിട്ട് ഒറ്റയടി. അങ്ങനെ അവിടെ വെച്ച് രണ്ടും കൂടെ പിന്നെ അടിയാകുന്നു. അടുത്ത ഷൂട്ടിൽ ബോംപാലിനെയാണ് കാണിക്കുന്നത്. ഇന്ന് ഫ്രഷേഴ്സിന്റെ വെൽക്കം പാർട്ടി ഉണ്ട്, അവിടേക്ക് വരുന്നോ? സോറി, എനിക്ക് അതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ അവർ ഒരുപാട് നിർബന്ധിച്ചത് കാരണം അവനും അങ്ങോട്ടേക്ക് പോകുന്നു. അങ്ങനെ ഇപ്പോൾ പാർട്ടി തുടങ്ങിയേക്കുവാണ്. പുതിയതായിട്ട് വന്ന എല്ലാ ഫ്രഷേഴ്സും അവരവരുടെ ഇൻട്രോ കൊടുക്കാൻ തുടങ്ങി. അന്നേരമാണ് എന്റെ പേര് ഹ്യൂൻജി എന്നൊരു പെൺകുട്ടി പറയുന്നത്. ആ പേര് കേട്ടതും ബോംപാൽ അങ്ങോട്ടേക്ക് നോക്കുമ്പോഴോ ദേ നിൽക്കുന്നു നമ്മുടെ ഹ്യൂൻജി. അവളിപ്പോൾ ഇതേ കോളേജിലേക്ക് പുതുതായിട്ട് പഠിക്കാൻ വന്നതാണ്. നിങ്ങൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ? ഉണ്ടല്ലോ, ആൾ ഇവിടെ തന്നെ ഉണ്ട്. അതും പറഞ്ഞ് അവള് ബോംപാലിനെയാണ് നോക്കുന്നത്. എക്സാമിന് പാസ്സായില്ലെന്ന് എന്തിനാ കള്ളം പറഞ്ഞത്? ഞാൻ കരുതി ഒരു സർപ്രൈസ് തരാമെന്ന്. ഇനിയും ഒരു വർഷം കാത്തിരിക്കണമെന്ന് കരുതി ഞാനൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു. അതിന് ഇയാള് തന്നെയല്ലേ പറഞ്ഞത് ഒരു വർഷം പെട്ടെന്ന് പോകുമെന്ന്. അത് ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. അല്ല, നീ ഇപ്പൊ എവിടെ താമസിക്കുന്നേ? എന്റെ അങ്കിളുടെ വീട്ടില്, നിന്റെ വീടിന്റെ തൊട്ടടുത്താ. അത് കേട്ടതും അവന് ഒടുക്കത്തെ ഹാപ്പി. അങ്ങനെ അവൻ അവളെ തിരികെ വീട്ടിൽ കൊണ്ടുവന്നാക്കുന്നു. പക്ഷെ അവൾക്കാണെങ്കിൽ അവനെ വിട്ടുപോകാൻ മനസ്സ് വരുന്നതേയില്ല. എന്തുപറ്റി? ഞാനിപ്പോ ഭയങ്കര ഹാപ്പിയാ. ഞാനും. അപ്പൊ ശരി, ഞാൻ പോട്ടെ. അങ്ങനെ അവൾ അവിടുന്ന് പോവുകയാണ്. അന്നേരമാണ് അവന് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു കോള് വരുന്നത്. കോള് കിട്ടിയതും അവൻ അപ്പോൾ തന്നെ അവിടെ പാഞ്ഞു വരുന്നു. അമ്മാവൻ എന്തിയെ? അമ്മാവൻ ദേ കിടക്കുന്നു. ഒന്നാമത്തെ എപ്പിസോഡിൽ നമ്മുടെ ബോംപാല് ജയിലിൽ കിടന്നതുപോലെ. ആൾക്ക് എന്തൊരു ഹാപ്പിയാണെന്ന് നോക്കിയേ. അമ്മാവൻ കുട്ടിയൊന്നുമല്ലല്ലോ, നാണമില്ല ഇങ്ങനെ വഴക്കിടാൻ. അത് കേട്ട് അമ്മാവൻ അവിടെ നടന്ന കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുക്കുവാണ്. അമ്മാവൻ ഈ ജോലി നിർത്തിക്കൂടെ? എന്നിട്ട് സ്ഥിരമായിട്ട് എന്റെ കൂടെ നിൽക്ക്. നിന്റെ കൂടോ? ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി. കാരണം എനിക്കെന്ന് പറയാൻ അമ്മാവൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇനിയുള്ള കാലം മുഴുവൻ എന്റെ കൂടെ കഴിഞ്ഞാൽ മതി. അത് കേട്ടതും അമ്മാവന് നല്ല സങ്കടം വരുന്നു. ആൾക്കാരെ എങ്ങനെ കരയിപ്പിക്കണമെന്ന് നിനക്ക് നന്നായിട്ട് അറിയാല്ലേ. അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും കൂടെ ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. അടുത്ത ഷൂട്ടിൽ നമ്മുടെ ഹ്യൂൻജിയാണ് കാണിക്കുന്നത്. നമുക്കിന്നൊരു ബ്ലൈൻഡ് ഡേറ്റിന് പുറത്തു പോയാലോ? ബ്ലൈൻഡ് ഡേറ്റോ? നിങ്ങൾക്കറിയില്ലേ എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അതൊക്കെ അറിയാന്നേ. ആ ചേട്ടനോട് പറയാതിരുന്നാൽ പോരെ? അവൾക്കാണെങ്കിൽ പോയാൽ കൊള്ളാവുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ എല്ലാവരും കൂടി ബ്ലൈൻഡ് ഡേറ്റിന് വന്നേക്കുവാണ്. കൂടെ വന്ന പെമ്പിളാരെ വിട്ടിട്ട് അവിടെയുള്ള ആമ്പിളയുടെ നോട്ടം മുഴുവനും നമ്മുടെ ഹ്യൂൻജിയായിരുന്നു. ഇത് വല്ലതും ഉണ്ടോ നമ്മുടെ ബോംപാൽ അറിയുന്നു. അവനാണെങ്കിൽ അവൾക്ക് വേണ്ടി ഫുഡെല്ലാം കൊണ്ടുവന്ന് കാത്തിരിക്കുവാണ്. നേരം കഴിഞ്ഞിട്ടും അവൾ വരാത്തത് കാരണം അവൻ അവൾക്ക് മെസ്സേജ് അയക്കുന്നു. പക്ഷെ അവൾ പറയുന്നതോ, ഞാൻ എന്റെ ക്ലാസ്മേറ്റ്സുമായിട്ട് കഫയിലാണ്, ഞങ്ങൾക്കൊരു പ്രോജക്ട് ചെയ്യാനുണ്ടായിരുന്നു. പ്രോജക്റ്റോ? അത് കാരണം അവൻ തിരികെ വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ ഇവിടെ പാർട്ടി പൊടിക്കുവാണ്. ഇതിന്റെ ഇടയിൽ അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു ചെറുക്കനാണെങ്കിൽ ഇതെല്ലാം കൂടി വീഡിയോ എടുത്ത് നെറ്റിൽ അപ്ലോഡ് ചെയ്യുന്നു. ഇതേ വീഡിയോ നമ്മുടെ കിം കാണുന്നു. അതറിയിക്കാൻ വേണ്ടി അവൻ അപ്പോൾ തന്നെ ബോംപാലിനെ വിളിക്കുന്നു. ഹ്യൂൻജി എവിടെയാണെന്ന് നിനക്ക് അറിയാമോ? അവള് കഫയിലുണ്ട്, എന്തോ പ്രോജക്ട് ഉണ്ടെന്നാ പറഞ്ഞത്. ഞാനൊരു വീഡിയോ അയച്ചു തരാം, അതൊന്ന് നോക്കിയേരെ. അതും പറഞ്ഞ് അവൻ ആ വീഡിയോ അയച്ചു കൊടുക്കുന്നു. വീഡിയോ നോക്കിയപ്പോഴോ ദേ ഇരിക്കുന്നു നമ്മുടെ ഹ്യൂൻജി. അത് കണ്ട ബോംപാലിന്റെ അവസ്ഥ പറയണ്ടല്ലോ. അവൻ അപ്പോൾ തന്നെ ഇവിടെ പറന്നെത്തുന്നു. ദേ നിന്റെ പിറകിൽ ആരാണെന്ന് നോക്കിയേ. ബോംപാലിനെ കണ്ടതും അവളുടെ കിളി പോകുന്നു. താനാരാ? ഞാൻ ഇവളുടെ ബോയ് ഫ്രണ്ട്. എന്നോട് ശരിക്കും പിണക്കുവാണോ? അവനാണെങ്കിൽ ഒടുക്കത്തെ കലിപ്പ്. നിനക്കൊരു ബോയ് ഫ്രണ്ട് ഇല്ലേ? പിന്നെ എന്തിനാ ബ്ലൈൻഡ് ഡേറ്റിന് പോയത്? ഞാൻ അവരോട് പറഞ്ഞത് എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന്. വിശ്വാസം
പ്രിൻസിപ്പലേക്ക് ചെന്ന് ചോദിച്ചു നോക്ക്. ഒരു കോളേജ് ആകുമ്പോൾ ഇങ്ങനെയൊക്കെ അല്ലേ? അപ്പോ നീ ഇതിനാണ് കോളേജിൽ വരുന്നത്? പിന്നല്ലാതെ. ശരി, ഈ ഒരേ ഒരു തവണ ഒന്ന് ക്ഷമിക്കേ പ്ലീസ്. അവളോട് എത്ര നേരം അവന് പിണങ്ങിയിരിക്കാൻ പറ്റും? ഒടുക്കം അവന്റെ പിണക്കം മാറുന്നു. അങ്ങനെ അവൻ അവളെ തിരികെ വീട്ടിൽ കൊണ്ടുവിടുന്നു. ആ സമയത്താണ് അവളുടെ ഫോണിലേക്ക് അവളുടെ അമ്മയുടെ മെസ്സേജ് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ അവളുടെ അമ്മ ഇപ്പോൾ അങ്കിളുടെ വീട്ടിലുണ്ട്. പെട്ടെന്ന് പോകാൻ നോക്ക്. അമ്മ അങ്ങനെ കണ്ടാൽ നിന്നെ എന്തെങ്കിലും പറയും. എന്നാൽ അവനാണെങ്കിൽ ഹ്യൂഞ്ചിയുടെ കൈയും പിടിച്ച് നേരെ അവളുടെ അമ്മയുടെ മുന്നിലേക്ക് തന്നെ ചെല്ലുന്നു. അമ്മ വന്നെന്ന് ഹ്യൂഞ്ചി പറഞ്ഞായിരുന്നു, അതുകൊണ്ട് ഒന്ന് കണ്ടിട്ട് പോകാൻ കയറിയതാ. അങ്ങനെ ഹ്യൂഞ്ചിയുടെ അമ്മ അവർ രണ്ടുപേരും അകത്ത് കൊണ്ടുപോയി സംസാരിക്കുന്നു. എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? കണ്ടിട്ട് ഒരു ഹായ് പറയാനായിട്ട് മാത്രം വന്നതാണെന്ന് തോന്നില്ല. അത് പിന്നെ എനിക്കും ഹ്യൂഞ്ചിക്കും ഒരുമിച്ച് പുറത്തു പോകാനായിട്ട് അമ്മയുടെ അനുവാദം വേണമായിരുന്നു. ഇത് സിൻസിയർ ആയിട്ടാണ് ചോദിച്ചത്. അതെ. അപ്പോ ഇനി ഒരിക്കലും ഇവളെ കാണാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നീ ഇവളെ കാണില്ലേ? പക്ഷേ അതിനവൻ മറുപടി ഒന്നും പറയുന്നില്ല. തുടക്കം മുതലേ എനിക്ക് നിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. പിന്നെ അങ്ങനെ ഞാൻ പെർമിഷൻ തരും, എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ആകെ സങ്കടപ്പെട്ട് അവൻ പുറത്തേക്ക് പോവുകയാണ്. പക്ഷേ അവന് ശരിക്കും സങ്കടമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ വിചാരിച്ചതുപോലല്ല. അകത്ത് നടന്നത് വേറെയായിരുന്നു. അമ്മ ശരിക്കും പറഞ്ഞതാണോ? ആന്നേ, നീ ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന വലിയ കുട്ടിയല്ലേ? അപ്പൊ പിന്നെ അങ്ങനെ ഞാൻ വേണ്ടെന്ന് പറയും? കണ്ടിട്ട് അവൻ അത്രയ്ക്ക് മോശം കുട്ടിയൊന്നുമല്ല. അമ്മ സമ്മതിച്ചത് കാരണം അവൾ ഒടുക്കത്തെ ഹാപ്പി. പിന്നെ ഭോപ്പാലിന്റെ കാര്യം പറയണോ? അവനാണെങ്കിൽ അതിലും വലിയ ഹാപ്പി. അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് പ്രൊഫസർ ജൂവിനെയാണ്. ഇതെല്ലാം അമ്മ ഉണ്ടാക്കിയതാ, മോൻ കഴിക്ക്. അത് കേട്ട് അവനൊരു സമ്മാനം അവന്റെ അമ്മയ്ക്കായിട്ട് കൊടുക്കുന്നു. ഇത് ഞാൻ ഉണ്ടാക്കിയതാ, അമ്മയ്ക്ക് ഇഷ്ടമായോ? തന്റെ മകൻ ആദ്യമായിട്ട് തന്ന സമ്മാനമല്ലേ, പിന്നെ എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? മോനെ മനസ്സിലാക്കാൻ അമ്മയ്ക്ക് ഒരുപാട് സമയമെടുത്തു. എന്നോട് ക്ഷമിക്കും മോനെ, അതൊന്നും അമ്മയുടെ തെറ്റല്ല. അങ്ങനെ അവര് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു തീർക്കുന്നു. ഇപ്പോൾ പ്രൊഫസർ ജൂ ആഗ്രഹിച്ചതുപോലെ തന്നെ തനിക്ക് തന്റെ അമ്മയുടെ സ്നേഹം കിട്ടിയിരിക്കുവാണ്. അടുത്ത ഷൂട്ടിൽ നമ്മുടെ അമ്മാവനെയാണ് കാണിക്കുന്നത്. ആള് വീണ്ടും ആ പഴയ സ്ഥലത്തേക്ക് വേസ്റ്റുകളെല്ലാം കളയാനായിട്ട് വന്നേക്കുവാണ്. അപ്പോ ദേ വരുന്ന ആ ലേഡി. പിന്നെ ഞാൻ ഇതൊന്നും എടുക്കാൻ വന്നതല്ല, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അതും പറഞ്ഞ് അവര് തിരികെ നടക്കാൻ നേരമാണ് ഒരു കുപ്പിയിൽ തട്ടി വീഴാൻ പോകുന്നത്. കൃത്യസമയത്ത് തന്നെ നമ്മുടെ അമ്മാവൻ താങ്ങി പിടിക്കുന്നു. രണ്ടുപേരും കൂടി ഒടുക്കത്തെ റൊമാൻസ്. ദേ ആ ചേച്ചിയുടെ മുഖമാണെങ്കിൽ ചുവന്ന് തൊടുക്കാൻ തുടങ്ങി. മാത്രമല്ല തിരികെ പോകാൻ നേരം നമ്മുടെ അമ്മാവന്റെ വക ഒരു സൈറ്റ് അടിയും. അതോടെ ആ ചേച്ചി ഫ്ലാറ്റ്. മിക്കവാറും നമ്മുടെ അമ്മാവന് സെറ്റിലാവുന്ന ലക്ഷണമൊക്കെ ഉണ്ട്. അതേ സമയത്ത് ഹ്യൂഞ്ചി ഇങ്ങനെ നടന്നു വരുന്ന വഴിക്കാണ് ഒരു ലേഡി വന്ന് ഇടിച്ചിടുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഹ്യൂഞ്ചിയുടെ ഒരു കൂട്ടുകാരി പ്രേതം ഉണ്ടായിരുന്നില്ലേ, അത് അവളായിരുന്നു. പക്ഷെ ആൾ എങ്ങനെ തിരിച്ചു വന്നെന്ന് ഒരു പിടുത്തവും ഇല്ല. അതിനെപ്പറ്റിയൊന്നും ഈ സീരീസിൽ കാണിച്ചിട്ടുമില്ല. അത് മാത്രമല്ല ദേ രണ്ട് ചെറുക്കന്മാര് വന്ന് അവൾക്ക് വേണ്ടി കിടന്ന് അടിയിടാൻ വരെ തുടങ്ങി. പ്രേതമായിരുന്നപ്പോഴും ആളുടെ ആഗ്രഹം ഇതൊക്കെ തന്നെ ആയിരുന്നല്ലോ. പക്ഷെ ഹ്യൂഞ്ചിക്കാണെങ്കിൽ അവളെ കണ്ടിട്ട് എന്തോ നല്ല പരിചയം പോലെ. പക്ഷേ രണ്ടുപേർക്കും ഒന്നും അറിയില്ലല്ലോ. അടുത്ത ഷൂട്ടിൽ നമ്മുടെ ഭോപ്പാലിനെയാണ് കാണിക്കുന്നത്. അവനിങ്ങനെ വരുന്ന സമയത്താണ് സിയോണിനെ കാണുന്നത്. കണ്ടിട്ട് കുറെ നാളായല്ലോ, ജോലി കിട്ടിയെന്നൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. എന്താ ഇവിടെ? ഞാനൊരു ഡോക്യുമെന്റ് മേടിക്കാനായിട്ട് വന്നതാ. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നതും ഹ്യൂഞ്ചിയും അങ്ങോട്ടേക്ക് ഓടി വരുന്നു. അല്ലേലും ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് ഇവൾക്ക് ഇഷ്ടമല്ലല്ലോ. താനാ പുതിയ സ്റ്റുഡന്റ് അല്ലായിരുന്നോ? ഞാൻ ഭോപ്പാലിന്റെ ഗേൾഫ്രണ്ടാ. അപ്പോ ഗേൾഫ്രണ്ട് ഒക്കെ ആയോ? അപ്പോ ശരി, നമുക്ക് പിന്നെ കാണാം. അതും പറഞ്ഞ് അവൾ ഒടുന്ന് പോകുന്നു. ക്ലാസ്സിന് ടൈം ആയത് കാരണം ഭോപ്പാലും ക്ലാസ്സിലേക്ക് പോകുന്നു. അത് കാരണം നമ്മുടെ ഹ്യൂഞ്ചി ഇപ്പോൾ ഒറ്റയ്ക്കിരുന്ന് ഫുഡ് കഴിക്കുവാണ്. ആ സമയത്താണ് ഒരുത്തൻ ഹ്യൂഞ്ചിന്റെ അടുത്തേക്ക് വരുന്നത്. ഞങ്ങളുടെ ക്ലബിൽ ജോയിൻ ചെയ്യുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? എന്ത് ക്ലബ്ബ്? എന്താണെന്ന് വെച്ചാൽ ഫുഡിന്റെ പുതിയ പുതിയ രുചികൾ പരിചയപ്പെടുത്തുന്ന ഒരു ക്ലബ്ബ്. ലെറ്റ്സ് ഈറ്റ് എന്നാണ് ക്ലബിന്റെ പേര്. പക്ഷേ കൃത്യസമയത്താണ് നമ്മുടെ ചോയി അങ്ങോട്ടേക്ക് വരുന്നത്. അവനൊരു സീനിയർ അല്ലേ, അതുകൊണ്ട് തന്നെ ആ ചെക്കൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. കിമ്മ ഗ്രാജുവേഷൻ കഴിഞ്ഞ് പോയില്ലേ, പിന്നെന്താ നിങ്ങൾ മാത്രം ഇവിടെ എങ്ങനെ നിൽക്കുന്നത്? അതൊരു ടോപ്പ് സീക്രട്ട് ആണ്. അതും പറഞ്ഞ് അവൾ ഒരിടത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. വേറെ എവിടേക്കും അല്ല, പണ്ട് ഇവർ നമ്മുടെ ഭോപ്പാലിനെ കൂട്ടിക്കൊണ്ടുപോയ അതേ സ്ഥലത്ത്. അവിടെ വെച്ച് അവന്മാരുടെ പഴയ ക്ലബിനെ പറ്റി വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങുന്നു. കുറച്ച് കഴിഞ്ഞത് നമ്മുടെ ഭോപ്പാലും അങ്ങോട്ടേക്ക് വരുന്നു. ഇവരിത് പിന്നെയും തുടങ്ങിയോ? അതും പറഞ്ഞ് അവൻ ഹ്യൂഞ്ചിയും വിളിച്ചുകൊണ്ട് അവിടുന്ന് പോകാൻ നോക്കുവാണ്. പക്ഷെ ഇവന്മാര് വിടുവോ? പിറകെ നടന്ന് അവരുടെ കാല് പിടിക്കുവാണ്. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും ആ ക്ലബിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമേ ഇല്ല. ഞങ്ങൾക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്. അങ്ങനെ പറയല്ലേ, ഇത് പണത്തിന് വേണ്ടി മാത്രമല്ല, ഇതുവഴി നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ കൂടിയല്ലേ ചെയ്യുന്നത്. അന്നേരമാണ് കിമ്മിന്റെ ഒരു കോള് വരുന്നത്. കണ്ടോ, ഇപ്പോൾ വിളിച്ചയാൾ ഫോണിൽ കൂടെ കിടന്ന് കരയുക. നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇവര് പറഞ്ഞത് ശരിയാണെന്ന് നമ്മുടെ ഹ്യൂഞ്ചിക്ക് തോന്നുന്നു. അവര് പറഞ്ഞ എല്ലാ കാര്യങ്ങളും തെറ്റല്ല. നമ്മുടെ ഈ കഴിവ് വെച്ച് നമുക്ക് മറ്റുള്ളവരെ സഹായിച്ചൂടെ? ഒന്ന് ചിന്തിച്ചു നോക്ക്. എല്ലാ പ്രേതങ്ങളും മോശക്കാരല്ല. അവർക്ക് നമ്മളെ പോലെ ദേഷ്യവും സങ്കടവും എല്ലാം ഉണ്ട്. അന്നേരമാണ് ഭോപ്പാലും അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അന്ന് ഹസ്ബൻഡ് ടോർച്ചർ ചെയ്ത ആ പെണ്ണായാലും, പിന്നെ ആ പാട്ടുകാരി പെണ്ണ്, പിന്നെ ആ കുഞ്ഞിന്റെ ആത്മാവിനെ അമ്മയോടൊപ്പം ചേർത്തതും, അവസാനമായിട്ട് ആ ഹോസ്പിറ്റലിലുള്ള 8 പേരെ രക്ഷിച്ചത്, അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടില്ലേ? ആ കാര്യങ്ങളെല്ലാം ഓർത്തതും ഹ്യൂഞ്ചി പറഞ്ഞത് ശരിയാണെന്ന് അവന് തോന്നുന്നു. ഇതേ കാര്യത്തെപ്പറ്റി അവൻ അമ്മാവനോട് സംസാരിക്കുന്നു. എനിക്ക് ആ ജോലി വീണ്ടും ചെയ്യാമോ? അന്ന് ഞാൻ നിന്നോട് ആ ജോലിക്ക് പോകണ്ട എന്ന് പറഞ്ഞതിനുള്ള കാരണം വേറെയാ. കാരണം നിന്റെ ഈ കഴിവിനെ നീ അന്ന് ഒരു ശാപമായിട്ടായിരുന്നു കണ്ടത്. ഇപ്പൊ നീ എന്നോട് ചോദിച്ചില്ലേ ആ ജോലിക്ക് പോയിക്കോട്ടെ എന്ന്? അതിന്റെ അർത്ഥം നീ ഇപ്പോൾ ആ കഴിവിനെ ഒരു ശാപമായിട്ട് കാണുന്നില്ല എന്നതാണ്. നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മളത് ചെയ്യണം. ആ ജോലിക്ക് പോകണമോ വേണ്ടയോ എന്നുള്ളതെല്ലാം നിന്റെ ഇഷ്ടമാണ്. അങ്കിളി പറഞ്ഞതിനെ പറ്റിയെല്ലാം അവന് ഒരുപാട് ചിന്തിക്കുന്നു. അവസാനം ആ ജോലിക്ക് പോകാൻ തന്നെയാണ് ആൾ തീരുമാനിച്ചത്. അങ്ങനെ ഇപ്പോൾ 4 പേരും കൂടി ജോലിക്കായിട്ട് പോവുകയാണ്. നമ്മളിങ്ങനെ ഒരുമിച്ച് വന്നിട്ട് എത്ര നാളായി? ഇനി എന്ന് നമുക്ക് ഇതുപോലെ തന്നെ നിൽക്കാം. ഇപ്പോൾ എല്ലാവരും ഒടുക്കത്തെ ഹാപ്പി. അങ്ങനെ അവരിപ്പോൾ ആ സ്ഥലത്തേക്ക് എത്തിയിരിക്കുവാണ്. കിമ്മിന് ചോയ്ക്ക് പേടിയായതുകൊണ്ട് തന്നെ ബോങ്പാല ഹ്യൂജി മാത്രമാണ് അകത്തേക്ക് പോകുന്നത്. പെട്ടെന്ന് എന്താ മനസ്സ് മാറ്റാൻ കാരണം? എനിക്കറിയണമായിരുന്നു. എന്ത്? നമ്മൾ എന്തുകൊണ്ടാണ് പ്രേതത്തെ കാണുന്നതെന്ന്. അത് പറഞ്ഞ് 2 പേരും കൂടി തങ്ങളുടെ തൊട്ടു മുൻപിലുള്ള ആ പ്രേതത്തെ പഞ്ഞിക്കിടാനായിട്ട് പോവുകയാണ്. അതിന്റെ അധോഗതി. അങ്ങനെ ആ ഒരു സീൻ
സീനും കാണിച്ചുകൊണ്ട് ബ്രിങ് ഇറ്റ് ഓൺ കോസ്റ്റ് എന്ന ഈ സീരീസ് ഇവിടെ തീരുന്നു. ഇത്രയും നാളും എന്നെയും എന്റെ ഈ സീരീസിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുവരെ നന്ദി.